അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലേഹ്യം ഉണ്ടാക്കുന്നതും നമുക്ക് ചക്കയൊക്കെ കുഴച്ച് കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ നമ്മുടെ ഉമയും അച്ചായനും രായനും ഞങ്ങളും ഒക്കെ കൂടിയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ അടുത്ത ബാച്ചിൻ്റെ കരിപ്പട്ടി ഒരുക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ പണി തുടങ്ങുകയാണ്. നമ്മുടെ ഉമ്മക്കുട്ടി വന്നിട്ടുണ്ട്, രായനുണ്ട്. അവർ രണ്ടുപേരും അപ്പുറത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ രായ താണ്ടി ദീന്നെടുക്ക് ബാ. ഞങ്ങൾ കരിപ്പട്ടി ഒരുക്കാനുള്ള ഇതിലാണ്. അപ്പോൾ കരിപ്പട്ടി ഒരുക്കലും അതുപോലെ തന്നെ നമ്മുടെ കോലരക്ക് തിളപ്പിച്ച് വെള്ളമൊക്കെ റെഡിയാക്കി വെക്കലും എല്ലാം തലേ ദിവസം നടക്കുന്ന പരിപാടികളാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഒരു ബർത്ത്ഡേ പരിപാടി ഉള്ളതുകൊണ്ട് നേരത്തെ ജോലി ഒതുക്കുവാണ്. അപ്പോൾ ഇതങ്ങനെ ഒരു പാത്രത്തിൽ ഉരുക്കി വെച്ച് കഴിഞ്ഞു. നമ്മുടെ കോലരക്ക് തിളയ്ക്കുക. ഒരെണ്ണത്തിലത് ഉരുക്കി എല്ലാം റെഡിയാക്കി മാറ്റി വെച്ചു. 3 മണിയായതേ ഉള്ളൂ. അപ്പോൾ കാരണം ഞങ്ങൾക്ക് രാത്രിയിലൊരു ഒരു ബർത്ത്ഡേ പരിപാടിയുണ്ട്. അപ്പോൾ അതിന് പോകണമെങ്കിൽ നേരത്തെ ജോലി എല്ലാം ഇന്നത്തെ അങ്ങ് തീർത്ത് വെച്ചാൽ നാളെ രാവിലെ നമുക്ക് തുടങ്ങാമല്ലോ. നമ്മുടെ ഉമ്മമോള് വെളുത്തുള്ളിയൊക്കെ ഉരിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ സാധാരണ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാനിത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് പിന്നെ അരിപ്പൊടി ഇട്ട് ഞെരടി ഒന്ന് പാറ്റി എടുക്കത്തതേ ഉള്ളൂ. അപ്പോൾ ഉമ്മക്കുട്ടി തലേ ദിവസം തന്നെ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് പോയത്. ഇനി നാളെ രാവിലെ ഉമ്മ വരും. താരം കാലൊക്കെ സാരിയൊക്കെ എടുത്ത് നോക്കിയേ. ഇന്നലെ നേരത്തെ പോയത് കൊണ്ട് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട് പുള്ളിക്കാരത്തി. അപ്പം തുടങ്ങുകയാണ് ഞങ്ങളുടെ പണികൾ. രാവിലെ പണികൾ തുടങ്ങുകയാണ്. അങ്ങനെ റെഡിയാക്കി എല്ലാം അരിച്ച് വെച്ചിട്ടുണ്ട്. കരിപ്പട്ടിയും നമ്മുടെ സംഭവങ്ങളെല്ലാം പാത്രങ്ങളിൽ അരിച്ചും അടച്ചും വെച്ചിരിക്കുകയാണ്. ഇതാ നമ്മുടെ വേസ്റ്റൊക്കെ കോരി മാറ്റി. ഇനി ഒരെണ്ണത്തിൻ്റെ അകത്തും കൂടെ മാറ്റാനുണ്ട്. ഒക്കെയൊക്കെ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പൊടികളൊക്കെ അടഞ്ഞു വെച്ചു. കണ്ട പൊടിയൊക്കെ അടഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി ഇങ്ങനെ കൊണ്ടുവരുവാണ്. കണ്ട ഓരോന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാലോ വെച്ചേ ഹായ് പറഞ്ഞേ. എല്ലാം കുറേ ദിവസമായില്ലേ നമ്മുടെ ഉമ്മമോളെ കണ്ടിട്ട്. അതെ, ഞങ്ങൾ കണ്ട ഞങ്ങളുടെ ഇത് നമ്മൾ ഈ ലൈറ്റ് കിട്ടില്ല. എനിക്ക് കൊള്ളാം. 1 കിലോ പിന്നെ നല്ല ജീരകത്തിന് 80 രൂപയാണ് കൂടിയ. കോലരക്കിന് 800-900 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പം 1750. നമ്മുടെ കോലരക്ക ഇത് കണ്ട, ഇത് കോലരക്ക കണ്ട, ഭയങ്കര കട്ടിയാണിത്. ഇത് നമ്മുടെ തീക്കകത്തിട്ടാലുണ്ടല്ലോ നല്ലതുപോലെ കിടന്ന് എരിയും. അതായത് നല്ല ചൂട്ട് പോലെ എരിഞ്ഞോളും. വെട്ടത്തി ഒഴിഞ്ഞു. എന്നാ എണീറ്റോ. നമ്മളിത് കലക്കി എടുക്കുന്ന സമയത്ത് ഒരല്പം പോലും കട്ട കെട്ടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതുപോലെ സൂക്ഷിച്ച് വളരെ മെല്ലെ ആണ് ഇത് കലക്കി എടുക്കുന്നത്. അല്ലാതെ ധൃതി പിടിച്ച് നമ്മളിത് റെഡിയാക്കിയാൽ കട്ട കെട്ടിപ്പോയാൽ നമുക്ക് ലേഹ്യം അതിൻ്റെ പാകത്തിന് കിട്ടത്തില്ല. അപ്പോൾ ഒരുപാട് സൂക്ഷ്മതയോടുകൂടി, ഒരുപാട് ക്ഷമയോടുകൂടി, ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇതിൻ്റെ ലേഹ്യം. കൂട്ട് കലക്കുന്നതായാലും ലേഹ്യം റെഡിയാക്കി കോരുന്നത് വരെയും നല്ലതുപോലെ ക്ഷമയോടുകൂടി നിന്ന് ചെയ്യേണ്ട ഒരു പണിയാണ്. ധൃതിയുള്ളവർക്കൊന്നും പറ്റിയ ഒരു കാര്യമേ അല്ലിത്. ഞങ്ങളൊരു ഇവിടെ ചക്കയായി വരുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കൊരാൾ തന്നതാണ്. അപ്പം നമ്മുടെ ഉമ്മക്കുട്ടി വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്ട. ഇല്ല, രാവിലെ ചക്ക കുഴയ്ക്കുക. നേരെ ചക്കക്കുരുവും കൂടി ഇട്ടെങ്കിലേ അതിനൊരു ടേസ്റ്റ് ഇല്ലയോ.
ചക്ക വിളവുണ്ടില്ലയോ? അപ്പൊ പഴുക്കാനിട്ടിരുന്നെങ്കിൽ കൊള്ളത്തില്ലായിരുന്നു. ഇത് കുഴയ്ക്കാനുള്ള പ്രായമേ ആയിട്ടുള്ളൂ ഇല്ലയോ? ഇനി ഞങ്ങൾ ചക്ക കുഴച്ചിന് എന്ത് കൊതിയായിരുന്നെന്നറിയോ? ഒരു ചക്ക കുഴച്ചത് ഞാൻ ഈ സുശീലയുടെ അവിടെ സുശീലൻ്റെയും ജയയുടെ അവിടെ ഞങ്ങൾ ഇവിടെ പോയല്ലോ, അന്നേരം അവിടുന്ന് അവരിച്ചിരി ചക്ക കുഴച്ച് തന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ടൊന്ന് നീ വരട്ടെന്ന് ചൊല്ലിയിരുന്നു സത്യം പറഞ്ഞാല്. കലക്കി റെഡിയാക്കി വെക്കുന്നത് അച്ചായൻ അങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ലേഹ്യ കൂട്ട് തയ്യാറാക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ച് അടച്ച് വെക്കുകയാണ്. രാവിലെ നല്ല ചൂട് ചപ്പാത്തി നമ്മുടെ ഉമ്മക്കുട്ടി ചുട്ട് വെച്ചിരിക്കും വേണ്ട. അവന് 12-ാം തീയതിക്കാ ടിക്കറ്റ്. അവൻ ജോർജിയക്ക് പോവല്ലേ. ഈ ജോലി തിരക്കിനിടയ്ക്ക് നമുക്ക് ചപ്പാത്തിയൊന്നും പരത്താൻ സമയമില്ലാത്തത് കൊണ്ട് പാക്കറ്റിലെ ചപ്പാത്തി വാങ്ങിച്ച് ചുടുകയാണ്. നമ്മുടെ അച്ചായന് ചപ്പാത്തിയാണ് ഏറെ ഇഷ്ടം. പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട്, അപ്പോൾ പിന്നെ അത് മതിയല്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇത് കൊടുത്ത് കഴിച്ചതിന് ശേഷം വേണം നമുക്ക് അടുപ്പിൽ തീ കത്തിക്കാൻ, ഉരുളി വെച്ച് തീ കത്തിക്കാൻ. ഇവിടെ ചക്കയൊക്കെ വേണ്ട നമ്മുടെ മോൾ അരിഞ്ഞ് റെഡിയാക്കി വേണ്ട. മടൽ സഹിതമാണ് ഞങ്ങൾ എടുക്കുന്നത് വേണ്ട. ഈ മടലും കൂടെ ചേർത്തെങ്കിൽ ഇതിനൊരു ഒരു 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 എന്താ പറയുന്ന ഒരു ഗുമുക്ക് കിട്ടത്തുള്ളൂ, ഒരു കൊഴുപ്പ് കിട്ടത്തുള്ളൂ, ഒരു 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 എന്താ പറയുക, ഒരു ബലം കിട്ടത്തുള്ളൂ ഉണ്ടാ. വളവളാന്നിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ചക്കമടലും ഒക്കെ അരിഞ്ഞിടും. ചക്കമടൽ ഇതേണ്ട ഉണ്ടാ. അതെ, ഇനി ഉണ്ട് കിടക്കുന്നു ചക്കയുടെ. ഇങ്ങോട്ട് ചക്കയായി വരുന്നതല്ലേ ഉള്ളൂ. അടിപൊളി വിഭവങ്ങളൊക്കെ കിടക്കുന്നു. അപ്പോൾ അതാ നമ്മുടെ എല്ലാം കലക്കി റെഡിയാക്കി രാവിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. കണ്ട ഇച്ചിരി കട്ടിക്കോ കണ്ടേ. അതെല്ലാം റെഡിയാക്കി വെച്ചു. നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം കാണിക്കാം. അത് കൂടാതെ അതാണ്ട ഇവിടെ ബാക്കി സംഭവാദികളൊക്കെ അതാണ്ട കണ്ട എല്ലാം കഴിഞ്ഞു. എൻ്റെ പൊന്നച്ചനെ നമ്മുടെ വെളുത്തുള്ളിയെല്ലാം അരച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കണ്ട. രാവിലെ തുടങ്ങിയ പണികളാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെ ഉമ്മക്കുട്ടിയുണ്ട്, രായനുണ്ട്, അച്ചായനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമ്മൾ അടുപ്പും റെഡിയായി. ഉരുളിയൊക്കെ കഴുകി വെച്ചിരിക്കുമല്ലേ. നമ്മുടെ ഉരുളിയൊക്കെ ദാ കഴുകി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കണ്ട. അച്ഛൻ്റെ അടിപൊളി ഡ്രസ്സാണ്. നോക്കിക്കാ ബനിയൻ്റെ കളറ് കണ്ടോ, ഫ്ലൂറിസെൻ്റ് പച്ചയൊക്കെ ഇട്ട് ചെത്ത് ഏരായ ചെത്ത് പയ്യനായിട്ടാടി. നോക്കിക്കേ, എനിക്ക് വയ്യ ഉമേ. പിന്നെ അച്ഛൻ്റെ ഷർട്ട് ബനിയൻ്റെ കളർ കണ്ടോടെ. പണ്ട് എനിക്കൊരു പാവാട ഉണ്ടായിരുന്നു ഇതുപോലത്തെ, പുറത്ത് ട്രെയിനിയല്ലയോ, ലുലു ട്രെയിനിയാ. ഓ ലുലുവിൻ്റെ ട്രെയിനിയാണോ അച്ഛന്? ആ മോൻ അച്ഛൻ്റെ ഗുണാട്ടിപ്പിക്കാനല്ലേ പറയുന്നത്. എന്നാ എനിക്കൊരു 5-6 ഇനി കൊണ്ടുതരാമെന്ന്. കിൻഡല് കണക്കിനല്ലയോ അവൻ കൊണ്ടുവരുന്നേന്ന്. എനിക്ക് ഉമ്മയതേ തേങ്ങ രായനെ കൊണ്ട് പൊതിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഈ 5 മതി. ഒരാഴ്ചത്തേക്കുള്ള തേങ്ങ അങ്ങ് തിരുമ്മി വെക്കൂ ഉമ്മക്കുട്ടി. നമ്മുടെതാ അടുപ്പൊക്കെ കത്തിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ റാഹത്താക്കി തരണേ തമ്പുരാനെ. നമ്മുടെ ഉരുളി ഇതാ വെക്കാൻ പോവാണ്. ഇവിടെ ഇവിടെ പൊക്കവാ, ഇവിടെ പൊക്കവാ. ഇച്ചിരി കിഴക്കോട്ട് അങ്ങനെയല്ല അച്ഛാ, അതേണ്ടത് ഇങ്ങനെ. മതി 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 മതി. ഇപ്പോഴത് കറക്റ്റായ. അത് ഈ കറുപ്പ് ഇട്ടതിന് ചൂടല്ലേ? ഇപ്പൊ ലെവല ചായ തകർത്തു.
എന്താ ഇത് റെഡി ആയിട്ടുണ്ട്. വെളുത്തുള്ളി ഒഴിക്കാൻ പോവാ. വെളുത്തുള്ളി ഞാൻ ഒഴിച്ചേക്കട്ടെ. അതെ, ചായ പറയുന്നത് കേട്ടോ, സീനറി ഒന്നും എടുത്തോണ്ട്. കറക്റ്റ് കേക്ക് ബാറ്റർ നമ്മുടെ എന്താ ഇത് ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ, ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കത്തില്ലേ, ആ ഒരു ഇല്ലയോ, ആ ഒരു ഇത് ഇതുണ്ട്. നമ്മൾ നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് ഒഴിക്കുകയാണ്. വാഞ്ചോ കേക്ക് അതിൻ്റെയൊക്കെ ഇതുപോലെ വാനില ചോക്ലേറ്റിൻ്റെ യെസ്. ഇതാണ് നമ്മുടെ പാൽക്കായം. എന്താ മിക്കപ്പോഴും എനിക്കിത് ഇടുന്നത് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ, കാരണം ഞാൻ അകത്തോട്ട് പോകുമ്പോഴായിരിക്കും ഇവരിത് ഇതിലിടുന്നത്. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പാൽക്കായം. നമ്മുടെ വയറിൻ്റെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ, ഗ്യാസിൻ്റെ പ്രശ്നത്തിനും ദഹന പ്രശ്നത്തിനുമൊക്കെ പണ്ട് കാലത്ത് ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ, തുണിക്കകത്ത് കെട്ടിയിട്ട് ഈ തൊണ്ടയ്ക്ക് നമ്മുടെ പെടലിക്ക് ഇങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ തൊണ്ടക്കുഴിയിൽ ഇതിങ്ങനെ മുട്ടിക്കിടക്കുമ്പോൾ തന്നെ നല്ല ആശ്വാസമാണ് പാൽക്കായം. നമ്മളത് പീസാക്കി അങ്ങോട്ട് ഇടാൻ പോവുക. പറയാം, ഇതിലങ്ങ് അലിഞ്ഞ് ചേർന്നോളൂ. അപ്പം നമ്മളിത് പതിയെ പതിയെ കൊച്ചു പീസാക്കി അങ്ങോട്ട് ഇടുക. ഇതൊന്ന് പിടിച്ചു തരാമോ? എൻ്റെ 2 കൈ കൂടി ഒന്ന് പിടിച്ചു. അല്ല, കയ്യിൽ വേറെ സാധനം ഇരിക്കുന്നു. മിക്കപ്പോഴും ഞാൻ വരുമ്പോഴത്തേക്ക് അത് കുഴപ്പമില്ല, അതങ്ങ് അരിഞ്ഞോളൂ. പിന്നെ മിക്കപ്പോഴും ഞാൻ വരുമ്പോഴത്തേക്ക് വരെ ഇതിട്ട് കഴിയും. അപ്പം എനിക്കത് കാണിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ആദ്യത്തെ വീഡിയോയിലെങ്ങാണ്ടൊന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ രായൻ സാറ് പിച്ചി ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇതൊരല്പം ഒരു തുള്ളി നമ്മുടെ ഉള്ളിൽ ചെന്നാൽ തന്നെ നമ്മുടെ വയറിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നവും ദഹന പ്രശ്നവും വയറുവേദനയും ഒക്കെ മാറും കേട്ടോ. ഇത് പൊള്ളും നമ്മുടെ തൊണ്ടക്കുഴിയിൽ. ഇങ്ങനെ പണ്ട് കൊച്ചിലെ ഞങ്ങളുടെയൊക്കെ ഇതുപോലെ വയറ്റിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയാൽ ഇതിങ്ങനെ ഒരു അല്പം എടുത്തിട്ട് വെള്ള തുണിക്കകത്ത് കെട്ടിയിട്ട് നമ്മുടെ പെടലിക്ക് ഇങ്ങനെ കെട്ടിയിട്ട് വരും. അപ്പോൾ തൊണ്ടക്കുഴിയിൽ ഇത് മുട്ടിക്കിടക്കും. അപ്പോൾ രാവിലെ ചിലപ്പോൾ പൊള്ളിയിട്ടുണ്ട്. അന്നൊന്നും അറിയില്ല, ആളുകൾ പണ്ട് ചെയ്യുന്നതാണ്. അവരിതൊക്കെ കാണിച്ചു തന്നുകൊണ്ടല്ലേ നമ്മളിതൊക്കെ അറിയുന്നത്. അങ്ങ് അലിഞ്ഞ് ചേർന്നോളും. ചേർന്നു. നമ്മൾ ഈ ഒരു സംഭവത്തിന് നിൽക്കുമ്പോൾ കൈ നല്ലതുപോലെ എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഗ്ലൗസ് ഇടാൻ എന്താണെന്ന് ആരും ചോദിക്കല്ലേ. എല്ലാവരുടെ കൈയും നല്ല വൃത്തിയാണ്, എപ്പോഴും കഴുകുന്നതാണ്. ഇത് ചുമ്മാ ഒന്നും വാരിക്കോരി ഇടാൻ പറ്റുന്ന സാധനമല്ല, ഇതിനൊക്കെ കണക്കുണ്ട് കേട്ടോ. ഇത്ര എന്നുള്ള കണക്കുണ്ട്. അച്ഛൻ ഇന്നെന്താ അച്ഛാ ഒരു മൂഡൗട്ടാണല്ലോ അച്ഛാ, ഒരു സന്തോഷവും ഇല്ലല്ലോ. ഇന്ന് വീട്ടിലേതാണ്ട് ഓടക്കിട്ട് ഇറങ്ങിയ ലക്ഷണവാ. പിന്നെന്താ, എന്തോ ഉണ്ട് അച്ഛൻ, എന്തോ വിഷമമുണ്ട്. അത് ആ മുഖത്ത് കാണാം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഈ ഓഫീസിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ ചിലർ ചാടി കടിച്ചുകൊണ്ട് നമ്മുടെ അടുക്ക വരും. എന്താ, വീട്ടിൽ ചിലപ്പോൾ അടിയിട്ട് വരുന്നതാ ഇതൊക്കെ. എന്തോ പ്രശ്നമുണ്ട് അച്ഛൻ, ഒരു വിഷമം ആണോ? 100 പ്രശ്നങ്ങളുണ്ട് നമുക്ക്. മറ്റേത് ഒരു സന്തോഷത്തിലല്ല, ഇങ്ങനെ അല്ല ആളിന് എന്നും നല്ല ഉഷാറായിട്ട് നല്ല ചിരിച്ച് കളിച്ച് ഡയലോഗൊക്കെ അടിച്ച് നിൽക്കുന്ന ആളല്ലേ. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നെവർ മൈൻഡ് ആക്കി വിട്ടേക്കുക. അതെ, അച്ഛൻ എന്തോന്നാ, രണ്ട് ആമ്പിള്ളാര്, ഒരാള് ന്യൂസിലാൻഡിലും ഒരാള് എവിടെയാ, ഒരാള് അതാണ് പ്രശ്നം. വലിയ അച്ഛാ
ആണോ തെറിക്കുന്നു? പൊട്ടാൻ തുടങ്ങിയില്ലേ? തീ നല്ല സൂപ്പറായിട്ടുണ്ട്. ആണല്ലേ? രായന് പെട്ടെന്ന് എങ്ങനെങ്കിലും അങ്ങനല്ല വെള്ളം. അല്ലല്ലല്ല, തീ ഓവറാവാൻ പാടില്ല. ഇയാൾക്ക് എല്ലാം കൂടുതലാ വേണ്ട. ഒന്നും വിളഞ്ഞില്ല. പക്ഷെ ഇന്നിപ്പോൾ ഭാഗ്യത്തിൻ്റെ ഒരു മാങ്ങ മാവിൻ്റെ വീട്ടിൽ കിടന്ന് കിട്ടിയേ. അപ്പോൾ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് നമ്മൾ നല്ല അടിപൊളി ഒരു ജ്യൂസ് തയ്യാറാക്കാൻ പോവാം. അപ്പോൾ അവിടെ പച്ചമാങ്ങ അങ്ങോട്ട് വാരി ഇട്ടു, ഒന്ന് അടിച്ചെടുക്കട്ടെ. അതും ഐസും ഒക്കെ കൂടി ഇട്ടിട്ട് പഞ്ചസാര ഇട്ട് അടിച്ച് അങ്ങോട്ട് എടുത്ത് അടിപൊളിയായിട്ട് കുടിക്കാം. നമുക്ക് ഇഞ്ചി ഒത്തിരി ഇടരുത്, ഒരുപാട് ഇട്ടാൽ ഇഞ്ചിയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്തി നിൽക്കുന്നത്. അങ്ങനെ വരരുത്. നമ്മുടെ പഴുത്ത മാങ്ങായും കൂടെ അങ്ങോട്ട് ഇടുവാണേ. ഇട്ടിട്ട് ആവശ്യത്തിന് പഞ്ചസാരയും അങ്ങോട്ട് തട്ടി തണുത്ത വെള്ളം ഒഴിച്ച്. ഞാൻ ഇന്നലെ ഒന്ന് രായരോട് പറഞ്ഞു പോയി പച്ചമാങ്ങ അടിച്ചു തരാം, അത് സ്വസ്ഥമായിരുന്നില്ല. അതിൻ്റെ പോയി ഇപ്പം മാങ്ങ പറിച്ചുകൊണ്ട് വന്നതാണേ. അപ്പം ഇതൊന്ന് അടിക്കട്ടെ, കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. തണുത്ത വെള്ളം കുറച്ചൊഴിച്ചു. ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ഇത് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാം. അവിടെ മാങ്ങ ഒന്ന് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അതാ നമ്മുടെ മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. നരിച്ചെടുക്കാം. ഈ ചൂട് സമയത്തുണ്ടല്ലോ സൂപ്പറാണേ. എൻ്റെ മോള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ കൂട്ടുകാർ വരുമ്പം നമുക്ക് അപ്പുറത്ത് വേറെ വസ്തു ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല എന്താ ഭയങ്കര ആ മാങ്ങ അടിച്ചാൽ നല്ല നൂറുള്ള മാങ്ങ എന്ന് പറയും. നല്ല എന്താ പറയുന്നത് കട്ടിയാണ്. അപ്പോൾ ഞാനങ്ങനെ ആ പിള്ളേർക്ക് കൂട്ടുകാരുമായിട്ട് വരുമ്പോൾ ഞാൻ അത് അടിച്ചു കൊടുക്കുമ്പോൾ അന്ന് ഒരു 10 വർഷത്തിന് മുമ്പ് പിള്ളേർക്ക് അതിശയമായിരുന്നു. ഞാൻ ഇത് മാങ്ങ ആണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അവിടെ വിളഞ്ഞ മാങ്ങ, അത് നല്ല എന്താ പറയുന്നത് കടിച്ചാലല്ല പുട്ട് പോലെ ഇരിക്കുന്ന ഒരു സൈസ് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കട്ടെ. അത് കഴിഞ്ഞല്ലേ ഇപ്പോഴല്ലേ യൂട്യൂബിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് ഭയങ്കര ഇതായത്. അതൊന്നും അറിയാത്തൊരു സമയത്തും നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നവരാ. നമുക്കൊരു 2-3 ഐസും കൂടി ഇട്ട് കൊടുക്കാം. ഈ പഴുത്ത മാങ്ങായും കൂടി ഇട്ട് പച്ചമാങ്ങായും പഴുത്ത മാങ്ങായും കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ നല്ല പുളിയും മധുരവും എല്ലാം കൂടാണേ. ആ ഇഞ്ചിയുടെ ടേസ്റ്റും അടിപൊളി. നമ്മുടെ രായനും സംഘാംഗങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് വരട്ടെ. രായൻ അന്ന് കുടിച്ച സംഭവമാണോ ഇതൊന്നൊന്ന് നോക്കിക്കേ. കുടിച്ച് ഇതാ ആ ഗ്ലാസും കൂടി ഞെടുക്ക്. ഞങ്ങളുടെ സുനിയായിരിക്കും. അതാ പറഞ്ഞ എന്റെ കയ്യിൽ നിന്ന് പോയതാ ഇതൊക്കെ. കൊള്ളാം. എന്ത് അച്ഛൻ്റെ ഗ്ലാസ് ഇതേ എന്റെ കയ്യിൽ നിന്ന് പോയതാടോ കൊച്ചേ. അയ്യോ താഴെ പോയി. എന്ത് വയ്ക്കാ എന്തി എന്നാച്ചാ എങ്ങനുണ്ട്? എന്നാച്ചാ വേണോ? ഇച്ചിരി തരാം. മതിയോ? ഇങ്ങോട്ട് കാണില്ല. ഇയാളല്ലയോ കൊതിയന്. മിക്ക കൊടുത്തില്ല, കൊടുക്കാം. എങ്ങനുണ്ട് അച്ഛാ? വേണോ? ഇച്ചിരി കൂടെ തരാം. ഒരു പഴുത്തയും കൂടെ ഉണ്ടായിരുന്നു. പഴുത്തയും പച്ചയും കൂടെ ഇട്ടാണ്. ഞാനിത് വിളഞ്ഞതേ ചെയ്യത്തുള്ളൂ രായ. പച്ചമാങ്ങ ഇട്ടാ അതിനേക്കാൾ നമ്മള് ഇച്ചിരി വിളവായ മാങ്ങ. അത് നമ്മുടെ അപ്പുറത്തെ പുരയിടത്തിലേ ഒരു മാവുണ്ടായിരുന്നില്ല പ്ലാവിന്റെ അപ്പുറത്തായിട്ട്. അതിലെ മാങ്ങയാണ് സൂപ്പർ. അയ്യോ ശാലുവിന്റെ കൂട്ടുകാരൊക്കെ പറയുവേ, അവിടെ അന്ന് 8-8 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ വരും. അയ്യോ പിള്ളേർക്ക് എന്തോ ഇഷ്ടമാണെന്ന്. അവർക്ക് അറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. ഇഞ്ചിയും കൂടി ഇടണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മുടെ ഓമക്കുട്ടിയിലേ അയല മുളകിട്ട് വെച്ച്, അതാ മാങ്ങ ഇപ്പം മാങ്ങയുടെ സീസണല്ലേ, അപ്പം അതുകൊണ്ട് മാങ്ങയൊക്കെ ഇട്ട് അയല കറി വെക്കുകയാണ്. അയല തല. ഉമ്മയ്ക്ക് മാങ്ങ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. കുറേ അരിഞ്ഞ് തള്ളിയിട്ടുണ്ട്. ലച്ചായനാണെങ്കിൽ അധികം പുളി ഇഷ്ടവും അല്ല.
ഇല്ല, വലിയ പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. സൂപ്പർ കറി. അപ്പം നമ്മുടെ അയലക്കുട്ടൻ മുളക് കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മ അവിടെയൊക്കെ തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യുന്നു. ചക്ക വേണ്ട ചക്ക അടുപ്പിലാക്കിയിട്ടുണ്ട്. വെന്ത് കേട്ടോ, ഉടച്ചാൽ മതി. ആ ഓക്കെ ഓക്കെ ഓക്കേടാ. അടിപൊളി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇച്ചിരി ചാറ് വേണം. നമുക്ക് ചക്ക തിന്നണോ പോയി, എനിക്ക് വയ്യ, ഞാൻ ഇന്ന് പൊളിക്കും. കാരണമേ എനിക്ക് നീയൊക്കെ ഉണ്ടെങ്കിലും അത് കഴിക്കാൻ തോന്നുന്നു. സത്യം എന്താണെന്നറിഞ്ഞോ, ഡബിൾ തന്നെ ആവുമ്പോ കഴിക്കാൻ തോന്നത്തില്ല ഉമ്മേ. ഇന്ന് ഞാൻ പൊളിക്കും. എനിക്ക് വേറൊന്നും വേണ്ട. അതും പ്രത്യേകിച്ച് മുളക് കറിയും ചക്കയും മുളക് കറിയും. എനിക്ക് കപ്പയേക്കാളും ഇഷ്ടം ചക്കയാണ്. പുഴുങ്ങിയാലും അതുപോലെ തന്നെ ഇതിങ്ങനെ കുഴച്ചാലും. എനിക്ക് പഴുത്തേനേക്കായി ഇഷ്ടം ഇങ്ങനെ കുഴച്ച് അവിയൽ വെച്ചാലും ഒക്കെ എല്ലാം ഇട്ടു. എന്തോ ടേസ്റ്റ്. പറഞ്ഞിട്ട് തന്നെ വായിന്ന് വെള്ളം. കാരണം നമ്മുടെ ലാവേലാകുന്നത് അസ്ത്രം പോലെ അല്ലേ? അല്ല കുഴച്ച് അവിയല് പോലെ. ആ മാങ്ങായും മുരിങ്ങയ്ക്കായും ചക്കയൊക്കെ ചക്കക്കുരു ഇട്ട് വെക്കണം. അടിപൊളിയാ. സത്യവാ. ഞാന് എപ്പോഴും ഓർക്കും ഒരു ചക്ക എവിടെന്നെങ്കിലും കിട്ടിയിട്ട് ഉമ്മയെ വിളിക്കണം. അവളും കൂടെ ഉണ്ടെങ്കിൽ തിന്നാനൊരു രസം കൊണ്ടുതന്ന്. ഞങ്ങള് സീതത്തോട് പോയല്ലോ ഇപ്പൊ കഴിഞ്ഞ മാസം. അവിടെ ചെന്നപ്പം അവിടെ എന്തോ ഇഷ്ടംപോലെ ചക്ക. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഒന്നും പ്ലാവ് അനങ്ങിയിട്ട് പോലും ഇല്ല. പണ്ടാരം പിടിക്കാൻ ചക്കയുടെ ഇതാ. ഞാൻ പറഞ്ഞേ മഴക്കാലം ആവുമ്പോഴാണ് നമ്മുടെ അവിടെ ചക്ക ഉണ്ടാവുന്നത്. ഇപ്പൊ ഉണ്ടായി വരുന്നതല്ലേ ഉള്ളൂ, വരുന്നതല്ലേ ഉള്ളൂ. എല്ലായിടത്തും എല്ലാരും പഴുത്തേക്ക തിന്നുന്നു. പിള്ളേർക്ക് തന്നെ പഴുത്തേക്ക ചോദിച്ചേക്കുന്നു. ഇനിയിപ്പോ വേറെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് ചക്കയ്ക്ക്. എന്ത് ചെയ്യാന്? അതെ, മഴ നനഞ്ഞാ പുകയും. ഇപ്പൊ അങ്ങ് മൂടി വെച്ചാ മതി. നമുക്ക് പോരാറായി വരുന്നില്ലേ അച്ഛാ? സൈഡൊന്നും വിട്ടു വന്നില്ലല്ലോ. ആ ചൂട് ഇച്ചിരി കൂടെ ഇളക്ക്. ഓക്കെ. ഒരു ശകലം കൂടെ ആയിക്കോട്ടെ. ഇല്ല എമ്പുരാൻ ഇയാള് കണ്ടോ? എമ്പുരാൻ കണ്ടോ? പോണോ അല്ലേ? ഇളക്കച്ച അങ്ങനെ. അത് ഒരുപോലെ വെക്കാണെന്ന് പറഞ്ഞല്ല, അത് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കല്ലേ. ചാക്കേന്റെ പുറത്തോട്ടുണ്ടതാ എല്ലാം കൂടെ ഇവിടെ കിടന്നത്. വെള്ളം കയറിയാലേ പിന്നെ അത് പുകയി വരുന്നതാ. എല്ലായിടവും തുടച്ച് നല്ല പളങ്ക് പോലെ ആക്കി. പളങ്ക് അല്ലാ. എല്ലാം നമ്മള് ലേഹ്യം കൊണ്ടുവെക്കാനുള്ള എല്ലാം അവിടെ ഒരുക്കി കഴിഞ്ഞ് എല്ലായിടവും തുടച്ച് നമ്മളിതാ പോരാൻ പോവുകയാണ് കുട്ടികളെ. ഇരുന്നോ, കഷ്ടം. യോ വീഴല്ലേ. അടുപ്പിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കറക്റ്റ് അല്ലേ രായ? നമ്മൾ കോരിക്കൊണ്ടിരിക്കുവാണേ. ലാസ്റ്റത്തത് ചായ ഇതിന്റെ അകത്തുണ്ട് കുറച്ച്. ഇതുകൂടെ അങ്ങ്
അത് അതിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചട്ടുകത്തിന് ആ തോർത്തെടുത്ത് മുഖം അങ്ങ് തൊടാം. ഇല്ലെങ്കിൽ അത് പോകത്തില്ല. അതെ, എനിക്ക് വയ്യ. ഇതെല്ലാം ഞങ്ങൾ കോരി ഇങ്ങോട്ട് വെച്ച് ഇവിടെ അവസാന വട്ടം മിനുക്ക് പണികളിലാണ് നമ്മുടെ രായന്. കോരിയ പാത്രത്തിലുള്ളതൊക്കെ ഒന്ന് പഠിച്ചെടുക്കുകയാണ്. ഇപ്പൊ എന്ന് പറയും ഇതിലോട്ടൊക്കെ ഒന്ന് കൈ തൊട്ടാലുണ്ടല്ലോ എന്റെ പൊന്നു മക്കളെ, മാംസവും കൂടെ അടന്നങ്ങ് പോകും. ഇല്ലയോ രായ? അയ്യോ, ഒരു തുള്ളി തെറിച്ച് വീണാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചോടെ എല്ലാം കൊണ്ടുവന്ന് വെള്ളത്തിലേക്ക് അങ്ങിട്ടാൽ കുതിർന്ന് കിടക്കും. പിന്നെ എല്ലാം തേച്ച് കഴുകി ഉണക്കിയാൽ മതിയല്ലോ. ചൂടോടെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുവാണേ. ലേഹ്യം കോരിയ സമയത്തൊക്കെ നമ്മുടെ ഉമ്മപ്പട്ടില് ചക്ക കുഴച്ച് അടിപൊളിയായിട്ട് ചക്കയൊക്കെ കുഴച്ച് വെച്ചേക്കുന്നത് കണ്ട. ഓ അടിപൊളി. കൊതി വരുന്നത് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം. ചാറച്ച് ചക്കക്കുരിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരിയെ. ബഹുത്തച്ച നമ്മുടെ മീൻകറി കണ്ടോ. അതിൻ്റെ മുളകിട്ടതും ചക്ക കുഴച്ചതും മതി ഞങ്ങൾക്ക് ഇന്നതേ ഉള്ള അച്ചാറും. നമ്മൾ കൊടുത്തില്ലേ ശരിയാവത്തില്ല അല്ലയോ അച്ചാ? സ്പ്രേ അടിച്ചു രായനെ കറക്കാൻ വന്നിരിക്കുക. രായന് ഈ വീട്ടിലെ ഓരോ മുക്കും മൂലം അറിയാവുന്ന ആളാ അച്ചായനേക്കാളി. എന്നിട്ടാ ഈ പടിയെ വന്ന് തട്ടിയത്. അതെ 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 അതെ, ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അയ്യോ എനിക്ക് വയ്യ. ഇത്രയല്ലേ ഉണ്ടോ ഇനി ഒരു ശരീരത്തിൽ രായനങ്ങ് ധൃതിയായി. രായന് അങ്ങോട്ട് ലേഹ്യ അടുപ്പേ വെച്ച് കഴിഞ്ഞാൽ പിന്നെ രായനങ്ങ് ധൃതിയാ. പെട്ടെന്നാക്കണം. ഞങ്ങൾ പറയും ഇതിന് കണക്കുണ്ട് രായ, അങ്ങനെ തീ വാരിയിടാൻ പറ്റത്തില്ല. രായന് പെട്ടെന്ന് ആക്കണം. 3-3.5 മണിക്കൂർ അതിന്റെ കറക്റ്റായ സമയമാണ്. അത് അത്രേ ആയി. അത് ചെറിയ തീയിലും തീ കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെയാണ് അത് റെഡിയാക്കി എടുക്കുന്നത്. വീടിനകം മൊത്തം ഈ ലേഹ്യത്തിന്റെ മണമുണ്ടല്ലോ, അടിപൊളി മണമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മുറിയും ഈ വീട് മുഴുവൻ പരിസരം മൊത്തം നല്ല അടിപൊളി മണമാണ്. നമ്മുടെ മരുന്നിൻ്റെ മണം. മരുന്ന് നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന് എവിടെയെങ്കിലും വിട്ടിട്ട് തോന്നുമ്പോൾ ചെയ്യുന്നതല്ല, പൊടിച്ച് കൊണ്ടുവരിക, ആ സ്പോട്ടിൽ കലക്കി റെഡിയാക്കി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മരുന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൻ്റെ മണം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലേഹ്യക്കൂട്ട് ഇവിടെ റെഡിയാക്കി കോരി വെച്ചിട്ടുണ്ട്. അടുത്തത് ഇനി നാളെ തന്നെ അടുത്തതും തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ്. കാരണം നേരത്തെ ബുക്ക് ചെയ്തിട്ടിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ ഒഴിവുകൾ വരുന്നതാണ് നമ്മൾ അത്യാവശ്യക്കാർക്കും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കും കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാനൊരു ചക്കക്കൊതി ചെയ്യാം കേട്ടോ. എനിക്ക് ചക്ക വെന്ത് കഴിഞ്ഞാൽ പിന്നെ കൺട്രോള് പോകും. നമ്മുടെ അയല കറി വെച്ചതും ചക്ക കുഴച്ചതും ആ മീൻകറിയും കൂടെ കൂട്ടിയ ഉണ്ടോ, അടിപൊളി. എനിക്ക് സ്റ്റീൽ പാത്രത്തിൽ സ്റ്റീൽ പാത്രത്തിൻ്റെ അകത്ത് കഴിക്കുന്ന ആ ഒരു തൃപ്തി എനിക്ക് വേറെ ഒന്നിനും കിട്ടത്തില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും പാത്രങ്ങളൊക്കെ എന്തിനാ ഇവള് വാങ്ങിച്ച് പെറുക്കിയിട്ടിരിക്കുന്നതെന്ന്. കഴിക്കും, അതിലും കഴിക്കാതിരിക്കത്തില്ല. പക്ഷെ എന്നാലും എനിക്ക് ഒന്നും കൂടി തൃപ്തി ഇതുപോലത്തെ കൊച്ചു പാത്രത്തിൻ്റെ അകത്തെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് ഉമ്മ ശരിക്കും തേങ്ങ ചേർത്തിട്ടുണ്ട്, നിറയെ ചക്കക്കുരു ചേർത്തിട്ടുണ്ട്. എന്താ ചക്കക്കുരുവായത് കണ്ടോ. ഈ ചക്കയൊക്കെ കുഴച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും കൂടെ കൂടിയിരുന്ന് കഴിക്കണം. എന്തോ ഒരു രസം. നമ്മൾ കഴിച്ചാൽ മതി വരത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എടുക്കത്തില്ല. ഞാൻ അനിയത്തിമാരെ വിളിക്കുവേടി ഒരു ചക്ക എടുക്കാടി, നിങ്ങളും കൂടി ഇങ്ങോട്ട് വരാമോ. അവളുമാർക്കൊക്കെ കൈ കറ പറ്റും. എനിക്ക് പിന്നെ കറയൊന്നും ഒരു വിഷയമല്ല. നല്ല രുചിയായിട്ട് ഉണ്ടാക്കണം, എല്ലാവർക്കും കൊടുക്കണം, കഴിക്കണം.
അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഉമ്മക്കുട്ടി എന്നെ പോലെയാണ്, അവൾക്കും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞാൻ കൂടുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ ചക്ക കുഴയ്ക്കും കഴിക്കും. നിങ്ങളൊക്കെ വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചത്, സത്യം പറഞ്ഞാൽ ബിരിയാണിയോ അല്ലെങ്കിൽ നമ്മുടെ പൊറോട്ടയോ ഒന്നും വേണ്ട, നമുക്ക് ഒരു ചക്ക അങ്ങോട്ട് എടുത്തിട്ട് കുഴച്ച് എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് കഴിക്കാം. ഓക്കെ, നിങ്ങൾ വന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാം. ഓക്കെ. അച്ചായൻ കഴിച്ചിട്ട് നേരത്തെ സ്ഥലം വിട്ടു, രാജൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉമ്മക്കുട്ടി കൊണ്ടുപോകാനുള്ളതെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ പോകാനെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് ആരെങ്കിലും പറയുമോ? എല്ലാം കഴുകി പെറുക്കി വൃത്തിയാക്കി തീ വിട്ട് കഴിഞ്ഞ് കണ്ട എല്ലാം റെഡിയായി. ഈ കുട്ടകം ഇനി അതിൻ്റെ മണ്ടക്കെടുത്ത് വെക്കുന്നതാ പാട്. വരാലിനെയും കാര്യം കൊണ്ടുവന്നപ്പോൾ വലിച്ചിറക്കിയതാ മുകളിൽ നിന്ന്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇപ്പം നെല്ല് പുഴുക്കൊന്നും ഇല്ലല്ലോ, നെല്ല് പുഴുങ്ങൊന്നുമില്ല. അപ്പോൾ അതാണ്ട എല്ലാം വൃത്തിയാക്കി അത് അന്നേരം മീൻ എടുത്തില്ല, മറന്നുപോയി. ചക്ക കുഴച്ചത്, ചോറും മീൻകറിയുവേ ഉള്ളൂ ഇന്ന് ഞങ്ങൾക്ക്. ഇല്ലരായ ഞങ്ങൾക്ക് ഇന്ന് ചോറും മീൻകറിയും ചക്ക കുഴച്ചതുവേ ഉള്ളൂ. മോരുകറി ഉണ്ടായിരുന്നു. മോരുകറി ഞാൻ ഉമ്മയ്ക്ക് കൊടുത്ത് കൊണ്ടുപോയിക്കോളാം. ഇവിടെ വരുന്ന ഇനി അതൊക്കെ പോത്തതേ ഉള്ളൂ. പിന്നെ വേറെ അവർക്ക് ഉപ്പേരി സാധനങ്ങളൊക്കെ മേടിക്കണം. സുബിക്കൊക്കെ അവർ 4 പേരില്ലയോ, 4 പേർക്ക് 30 കിലോ വീതം ലഗേജ്, 37 കിലോ വെച്ചിട്ട് 4 പേർ. ആനാരിലുമ്മ, നമ്മുടെ ഉമ്മച്ച, സുബി മോള്, സുബിയുടെ അമ്മായിയമ്മയുണ്ടല്ലോ, അവർ 4 പേരും കൂടെ അല്ലേ പോകുന്നത്. അല്ല അച്ചായൻ പോയോന്ന് ഞാൻ ചോദിക്കുവാ. പോയി. ഇവിടെ രാസ ഊണും ഒക്കെ കഴിഞ്ഞതാ പോവാ. അച്ചായൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അച്ചായൻ നേരത്തെ അച്ചായൻ ഇന്ന് ആകെപ്പാടൊരു ഇടങ്കേറില്ലായിരുന്നു. അച്ചായനെ ഇന്നൊരു ആകെപ്പാടൊരു വല്ലാത്ത ഇതില്ലായിരുന്നു. വീട്ടിലെന്തോ പ്രശ്നമായിട്ട് വന്നതാ. ഇത്രയും സമയം എല്ലാരും കൂടി നല്ല രസമായിരുന്നില്ലേ. നമ്മുടെ ഉമ്മമ്മോള് പോവാ. കലക്ക സാരിയാണേ. അപ്പതാ ടാറ്റാ ബൈ ബൈ. ഓട്ടോ വന്നോ? അല്ല, ഓ എല്ലാരും പോയി, ഇനി വീടുറങ്ങി. സത്യം. അല്ല, നാളത്തെ വീഡിയോയുടെ എഡിറ്റിങ്ങിലാടാ. അങ്ങനെ നമ്മുടെ ഉമ്മക്കുട്ടി, രായൻ, അച്ചായൻ എല്ലാവരും പോയി. ഞങ്ങൾ 2 പേരും മാത്രമായി. എന്താ വഷളാക്കുന്ന കണ്ടോ? വഷള്. നെല്ലാന്നോ കൊയ്ത്തു തുടങ്ങിയവരായ ഇവിടെ. പക്ഷെ നമ്മുടെ പള്ളിപ്പാട്ട് കൊയ്ത്തായില്ലല്ലോ കുഞ്ഞെ, അവിടെ ആയിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആണ്. അപ്പോൾ എല്ലാവരും പോയി. നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.